ഹലോ ഹായ്, ഞാൻ ഉണ്ണികൃഷ്ണനാണ്. ഞാനിന്ന് വീട്ടിൽ തന്നെയാണ്. എല്ലാവർക്കും ദീപാവലി ആശംസകൾ കേട്ടോ. പൊതുവേ നമ്മളെല്ലാ ദീപാവലിക്കും ഒരുപാട് മധുര പലഹാരങ്ങളും ഒരുപാട് എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇത്തവണത്തെ ദീപാവലി നമ്മൾ അങ്ങനെ അധികം ആഘോഷിക്കുന്നില്ല. എങ്കിലും ഒരു എണ്ണ പലഹാരം വീട്ടിലുണ്ടാക്കിയായിരുന്നു. രസവടയാണ്. ആദ്യം നല്ല പരിപ്പ് വട ഉണ്ടാക്കിയതിന് ശേഷമാണ് രസവട ശരിയാക്കിയത്. എങ്കിലും അതിനിടയിൽ ഞാനൊരു പരിപ്പ് വട എടുത്ത് കഴിച്ചു കേട്ടോ. അമ്മായിയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ഇത്തവണ ദീപാവലി ആഘോഷം ഇല്ലാത്തതുകൊണ്ട് തന്നെ മധുര പലഹാരങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോഴത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് രസവട ഉണ്ടാക്കിയത്. രാവിലെ ഇഡ്ഡലിയും നല്ല സാമ്പാറും അതിൻ്റെ കൂടെ രസവടയും പിന്നെ കുറച്ച് രസമൊക്കെ ആയിട്ടാണ് കഴിച്ചത്. ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. രസവട വീട്ടിലുണ്ടാക്കുന്നത് പ്രത്യേക ഒരു രുചി തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ വീട്ടിലുണ്ടാക്കുന്ന ഈ ഒരു ഡിഷ്. നല്ല ചൂട് സാമ്പാറും ഇഡ്ഡലിയും ചമ്മന്തിയും രസവടയായിട്ടൊക്കെ കഴിക്കാൻ വല്ലാത്തൊരു രുചിയാണ്. ഇപ്പം കുറച്ച് നാൾ കൊണ്ട് വീട്ടിൽ സ്പെഷ്യൽ രസപ്പൊടി സാമ്പാർ പൊടികളൊക്കെ ഉള്ളത് പാലക്കാട് നിന്ന് കൊണ്ടുവന്ന തന്നെ കേട്ടോ. ഞങ്ങളുടെ ഒരു റിലേറ്റീവ് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് രസത്തിന് വല്ലാത്തൊരു രുചിയാണ്. പിന്നെ സാമ്പാറിന് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദീപാവലി ആശംസകൾ.